ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ വ്ളോഗ്സ്. എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രത്യേക ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്താണെന്നല്ലേ? അപ്പോൾ കസ്റ്റാർഡ് ഐസ്ക്രീമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഐസ്ക്രീമിന് ആവശ്യമായ പാല് 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും കുറച്ച് പാല് ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാടൊന്നും വേണ്ട, ഒരു 3-4 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിത് നേരത്തെ ചെയ്ത് വെക്കുന്ന കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കട്ടകളില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. അപ്പം ഞാനിവിടെ ഇനിയൊരു പാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നേരത്തെ ഒഴിച്ചു കൊടുത്തതിൻ്റെ ബാക്കി പാൽ ഞാൻ ഈ പാനിലേക്ക് എടുത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നന്നായിട്ട് ചൂടായി വരണം. അപ്പം നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനിവിടെ ഇനി നമ്മുടെ ഐസ്ക്രീമിന് രുചിയൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ടും മധുരത്തിന് വേണ്ടിയിട്ടും ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 200 ml മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ അത് ഞാൻ ഇത്തിരി ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് തവി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോഴാണ് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് ചൂടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ മിക്സ് ചേർക്കുമ്പോൾ ചൂട് കൂട്ടി വെക്കാൻ പാടില്ല, ചൂടൊന്ന് കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയാവും. അപ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കട്ട കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചൂടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ആ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ പച്ച മണവും പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ചൂടൊന്ന് കുറച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ കുറുകി ഇതേപോലെ നന്നായിട്ടൊന്ന് കട്ടിയായി വരും. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ കസ്റ്റാർഡ് മിക്സ് ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ബൗളും ബ്ലേഡൊക്കെ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഈ ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതേപോലെ തന്നെ ആദ്യം നമ്മൾ സ്ലോന്ന് തുടങ്ങി പിന്നെയാണ് സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഫസ്റ്റിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു സൈഡിലേക്ക് തന്നെയായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ട്രോപ്പോലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഷുഗർ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഇതൊന്ന് കട്ടിയായിട്ട് വരുമ്പോൾ ഞാൻ സെക്കൻഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം കട്ടിയായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി സെക്കൻഡിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഏകദേശം കട്ടിയായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്പീഡൊന്ന് ഞാൻ കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ തേർഡിലേക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുൾ സ്പീഡിൽ ബീറ്റ് ചെയ്യാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മളെ ബീറ്ററിനും കേടാണ്, ബീറ്ററിന് ലൈഫ് കിട്ടില്ല. അപ്പം ഇതേപോലെ തന്നെ
നമ്മൾ ഫസ്റ്റിൽ സ്ലോന്ന് തുടങ്ങി പിന്നെ ഫാസ്റ്റാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ക്രീമും നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതിനി സ്പീഡ് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മാക്സിമം സ്പീഡിൽ ഇതേപോലെ തന്നെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതിയാവും. അപ്പം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം സ്പീഡിലിട്ടിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ ഐസ്ക്രീമിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ടും നന്നായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്കാവുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യുന്ന അത്ര സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്താൽ മതിയാവും. അപ്പം ഞാനിവിടെ വേറൊരു പാത്രം ഇവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഈ പാത്രം ചെറുതായതുകൊണ്ടാണ് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പം നമ്മുടെ ക്രീം ഇവിടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനിതൊരു സെക്കൻഡ് പാത്രത്തിലേക്ക് മാറ്റിയത് കൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ്, കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ കസ്റ്റാർഡിൻ്റെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രീം ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നല്ല ക്രീമായിട്ട് കിട്ടും. അപ്പം ഇതേപോലെ ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് 2 മിനിറ്റോളം ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇതേപോലെ തന്നെ ഒരു 2 മിനിറ്റോളം ഇതിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം സ്പീഡിലിട്ടിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളറാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ ഒരു നിർബന്ധവും ഇല്ല. ഞാനിവിടെ ഒരു ഭംഗിക്കും കളറിനൊക്കെ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് വരെ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ഒരു തിക്കിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു തിക്കാകുമ്പോൾ നമുക്ക് നിർത്താം. അപ്പം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനി നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം ഞാനിത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ രാത്രിയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ പിറ്റേന്ന് രാത്രിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഒരു ദിവസം എന്തായാലും ഇത് ഫ്രീസറിൽ തന്നെ സെറ്റാവാൻ വേണ്ടി സൂക്ഷിക്കണം. അപ്പോഴാണ് നമുക്ക് ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടുന്നത്. അപ്പം നമ്മുടെ ഐസ്ക്രീം അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഓരോ സ്കൂപ്പായിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഐസ്ക്രീം ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പം നല്ല ടേസ്റ്റുമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതും. നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനൊന്ന് ഐസ്ക്രീമിനൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗറിൻ്റെ ബീഡ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയോ അതേപോലെ ടൂട്ടി ഫ്രൂട്ടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ബദാമോ ജെറിയോ അങ്ങനെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പം നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.